അവൻ്റെ സഹോദരൻ പേരുബാൾ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായിക്കും ഒരു പുത്രനുണ്ടായി, തൂബൽ കൈൻ. ചെമ്പ് പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തൂബൽ കൈയിന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ലാമക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെ, എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായൻ കൊന്ന ആബേലിന് പകരം ദൈവം എനിക്ക് തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി.